എല്ലാവർക്കും വിനീതമായ നമസ്കാരം. മങ്ങാട്ട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. ഇന്ന് തികച്ചും വ്യത്യസ്തമായൊരു വിഷയമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് ആളുകൾ കാളസർപ്പ ദോഷത്തെക്കുറിച്ച് പറയണമെന്ന് പറയുകയുണ്ടായി. 2026 എന്ന പുതുവർഷത്തിൽ കാളസർപ്പ ദോഷം അഥവാ സവ്യ കാളസർപ്പ യോഗം നടക്കുന്നു. നമുക്കറിയാം, ഈ പേര് കേൾക്കുന്നത് പോലെ തന്നെ അത്ര ഗുണകരമായിരിക്കുന്ന ഒരു കാലമല്ല ഇത്. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്കും ഈ കാളസർപ്പ യോഗം ബാധിക്കാം. എന്നാൽ ജാതകത്തിൽ കാളസർപ്പ ദോഷമുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു കാലയളവിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ജാതകമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ ജാതകത്തിലെ ഗ്രഹനില പ്രകാരം രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഇടയിലായിട്ട് മറ്റ് എല്ലാ ഗ്രഹങ്ങളും നിൽക്കുമ്പോഴാണ് നമ്മൾ കാളസർപ്പ ദോഷമുണ്ട് എന്ന് പറയുക, അല്ലെങ്കിൽ കാളസർപ്പ യോഗം എന്നൊക്കെ പറയുന്നത്. പ്രധാനമായിട്ടും ഇതിനെ രണ്ട് രീതിയിൽ നമുക്ക് കാണാം. ഒന്ന്, രാഹുവിന് ശേഷം കേതു വരെയുള്ള രാശികളിൽ മറ്റെല്ലാ ഗ്രഹങ്ങളും നിൽക്കുമ്പോൾ അതിനെ സവ്യ കാളസർപ്പ ദോഷം എന്ന് പറയും. അതുപോലെ തന്നെ കേതുവിന് ശേഷം രാഹു വരെയുള്ള രാശികളിൽ എല്ലാ ഗ്രഹങ്ങളും നിൽക്കുമ്പോൾ അതിന് അപസവ്യ കാളസർപ്പ ദോഷം എന്നും പറയാറുണ്ട്. എന്നാൽ കാളസർപ്പ ദോഷം ഏത് രീതിയിലാണ് അതായത് ജാതകക്കാരെ ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കൃത്യമായ ജാതക പരിശോധന അനിവാര്യമാണ്. നിലവിൽ കാളസർപ്പ ദോഷമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം 2026 ശ്രദ്ധിക്കേണ്ടുന്ന കൃത്യമായ ഒരു സമയത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ആ ഒരു കാലയളവിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളുമാണ്. ഇത് മുൻകൂട്ടി അറിയുക വഴി അത്തരം പ്രയാസങ്ങളിലേക്ക് എത്താതിരിക്കാൻ അവരവരുടെ ജാതകം നിരൂപണം ചെയ്ത് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു പോകാവുന്നതുമായിരിക്കും. നമുക്കറിയാം, ഇത്തരം കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ ജീവിതാനുഭവങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പൂർവികരായിരിക്കുന്ന ആചാര്യന്മാർ ഇത്തരം ഗ്രന്ഥങ്ങൾ രചിച്ചിരിക്കുന്നത് എത്രയോ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു കാലത്തും പലതരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഓരോ മനുഷ്യർക്കും സംഭവിക്കുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. എന്നാൽ കൃത്യമായൊരു രീതിയിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുവെങ്കിൽ ജാതകമുള്ളവരാണെങ്കിൽ ആ ജാതകം പരിശോധിച്ച് അതിൻ്റെ പരിഹാരങ്ങൾ കാണുകയും, ഇനി ജാതകമില്ലാത്തവരാണെങ്കിൽ കൃത്യമായ ജാതകം എഴുതി ഇത്തരത്തിലുള്ളൊരു പ്രയാസം നിങ്ങളുടെ ജാതകത്തിലുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതുമാണ്. നമുക്കറിയാം, ജാതകം എഴുതിയാലും ഇല്ലെങ്കിലും ഓരോ മനുഷ്യനും ഇവിടെ ഒരു ജീവിതമുണ്ട്. അത് മറ്റുള്ളവരെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തവുമായിരിക്കും. അപ്രകാരം പലതരത്തിലുമുള്ള ശുഭകാര്യങ്ങളും സംഭവിക്കും, അതുപോലെ ദോഷകാര്യങ്ങളും സംഭവിക്കാറുണ്ട്. നമ്മുടെ ഈ ചാനലിലൂടെ കൂടുതലും ഓരോ നക്ഷത്രക്കുറുകാർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ശുഭകാര്യങ്ങൾ മാത്രമാണ് എടുത്തു പറയുന്നത്. എന്നാൽ അപസവ്യ കാളസർപ്പ ദോഷം എന്ന ഒരു ദോഷം 2026 കടന്നു വരുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ കാര്യങ്ങൾ കൂടി മനസ്സിലാകട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു എപ്പിസോഡ് കൂടി ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ജാതകം പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രയാസങ്ങൾ അവരുടെ ജാതകത്തിലുള്ളതായിട്ട് കാണാറുണ്ട്. പലപ്പോഴും ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞിട്ടായിരിക്കും ആളുകൾ ജാതകമൊക്കെ നോക്കുന്നത്. അതായത് വളരെയേറെ നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ജാതകം പരിശോധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത്തരം ചില പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന കാലയളവിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അത് ഉണ്ട് എന്ന് ഒരുപാട് ആളുകൾ പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി മുന്നേ മനസ്സിലാക്കാൻ സാധിച്ചാൽ ഈ രീതിയിലുള്ള പ്രയാസങ്ങളിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ഈ കാളസർപ്പ ദോഷം എന്ന് പറയുന്നത് വലിയൊരു ദോഷമായിട്ട് കാണേണ്ടതില്ല. കാരണം ഇതിന് പരിഹാരങ്ങളുണ്ട് എന്ന് തന്നെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ജ്യോതിഷത്തിൽ പറയുന്ന ഈ കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യുന്നത്. ജാതകത്തിൽ ഗ്രഹനില മാത്രമല്ല, അംശസ്ഥിതിയുണ്ട്, ഭാവസ്ഥിതിയുണ്ട്. ഇതൊക്കെ പരിശോധിച്ചാണ് ഇതിൻ്റെ കാഠിന്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഗ്രഹനിലയിലും അംശസ്ഥിതിയിലും ഒരുപോലെ തന്നെയാണ് കാളസർപ്പദോഷമെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് പറയും. എന്നാൽ ഗ്രഹനിലയിൽ മാത്രമാണുള്ളൂ അല്ലെങ്കിൽ അംശസ്ഥിതിയിൽ മാത്രമാണ് അങ്ങനെ ഒരു യോഗമുള്ളതെങ്കിൽ കാര്യമായ ദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുമില്ല. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരാളുടെ ജാതകത്തിലെ രാഹുവിനും കേതുവിനും ഇടയിലായിട്ട് മറ്റെല്ലാ ഗ്രഹങ്ങളും വരുമ്പോഴാണ് കാളസർപ്പദോഷം എന്ന് പറയുക. ഇവിടെ 2026 സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാളസർപ്പദോഷം എന്ന് പറയുന്നത് സവ്യ കാളസർപ്പദോഷമാണ്. ഈ തീയതി എന്ന് പറയുന്നത് 2026 ഏപ്രിൽ 15-നും ജൂലൈ 4-നും ഇടയിലുള്ള സമയമാണ്. അതായത് ഈ ഒരു കാലയളവിൽ പൊതുവായിട്ടുള്ള ഗ്രഹനില പ്രകാരം കാളസർപ്പദോഷം ഉള്ള ഒരു സമയമായിട്ട് കണക്കാക്കാം.
എന്നാൽ നമുക്കറിയാം ഈ ഒരു സമയത്തും ഗുളികൻ അഥവാ മാന്നി ചില ദിവസങ്ങളിലൊക്കെ കേതുവിനെയും സർപ്പത്തിനെയൊക്കെ കടന്ന് ചിലപ്പോൾ ഒറ്റയ്ക്ക് മറ്റു രാശികളിലൂടെ സഞ്ചരിച്ചെന്നിരിക്കും. ആ സമയത്ത് നമുക്ക് അല്പം ആശ്വാസമൊക്കെ ലഭിക്കുമെങ്കിലും പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ ഈ ഒരു കാലയളവിൽ പ്രധാനപ്പെട്ട എല്ലാ ഗ്രഹങ്ങളും സർപ്പത്തിൻ്റെയും കേതുവിൻ്റെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഘടികാര ദിശയിലാണ് ഈ ഗ്രഹങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി കാളസർപ്പദോഷമുള്ളവർക്ക് എന്ത് കാര്യങ്ങളാണ് ഈ ഒരു സമയത്തിനുള്ളിൽ സംഭവിക്കാൻ സാധ്യതയെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും 2-3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിലൊന്ന്, എത്ര സമ്പത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലയളവിൽ കാളസർപ്പദോഷമുള്ള ആളുകൾക്ക് ധനം വളരെയേറെ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് ജ്യോതിഷവിധി പ്രകാരം പറയുന്നത്. അതായത് വളരെ നല്ല രീതിയിൽ സമ്പാദ്യമൊക്കെ ഉണ്ടാക്കാൻ യോഗഭാഗ്യങ്ങൾ അവരുടെ ജാതകത്തിൽ ഉണ്ടാകും. അല്ലെങ്കിൽ കാളസർപ്പദോഷമുള്ള ആളുകൾക്ക് ഇഷ്ടം പോലെ സമ്പത്തൊക്കെ നേടാൻ കഴിയും. പക്ഷേ ഈ രീതിയിൽ കാളസർപ്പദോഷത്തിന് കാഠിന്യം കൂടുന്നൊരു സമയം വരുമ്പോൾ അവരുടെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വരാതിരിക്കാൻ ഈ രീതിയിലൊരു സമയം വരുന്നതിന് മുന്നോടിയായിട്ട് അതിനാവശ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, പ്രാർത്ഥന, പൂജ എന്നൊക്കെ പറയുമ്പോൾ അവരവരുടെ വിശ്വാസപ്രകാരം നമുക്ക് സ്വന്തമായിട്ടോ അതല്ലെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ രാഹുവിൻ്റെ സാന്നിധ്യം വളരെ ശുഭസ്ഥാനത്താണ് ഒരു ജാതകത്തിലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ലോക പ്രശസ്തരാവാനോ അല്ലെങ്കിൽ വളരെയേറെ അറിയപ്പെടാനോ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ശുക്രൻ്റെ സാന്നിധ്യവും കൂടി ശുഭകരമായിട്ട് നിന്ന് കഴിഞ്ഞാൽ കലാരംഗത്തായിരിക്കും അവർ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അവരുടെ ജാതകവിധി പ്രകാരം ഏത് ഗ്രഹങ്ങളാണോ ശുഭകരമായി നിൽക്കുന്നത് ആ മേഖലയിൽ അവർക്ക് കൂടുതൽ ശോഭിക്കാനും പ്രശസ്തരാവാനും ഒക്കെ സാധിക്കും. പക്ഷേ അതേ ജാതകക്കാർക്ക് ഈ രീതിയിൽ കാളസർപ്പദോഷം ഉണ്ടെങ്കിൽ അവർ വളരെ ഉന്നതിയിൽ എത്തിയതിന് ശേഷം അവിടെ നിന്ന് പെട്ടെന്ന് താഴേക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിയുമെന്നാണ് പറയുക. അതായത് അപമാനിക്കപ്പെടാനോ അല്ലെങ്കിൽ അപകീർത്തി ഉണ്ടാവാനോ കാളസർപ്പദോഷകാലത്ത് സാധ്യത വളരെ കൂടുതലാണ്. ഉന്നതരായിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരിക, നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുക, അതുപോലെ അപമാനം ഉണ്ടാകുക എന്നിവയ്ക്കൊക്കെ ഈ ദോഷങ്ങളുള്ള ആളുകൾക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത്തരത്തിൽ ജ്യോതിഷത്തിൽ നിർവചിച്ചിരിക്കുന്ന കാളസർപ്പദോഷം യഥാർത്ഥത്തിൽ അനുഭവത്തിൽ വരുന്നതാണോ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവരവരുടെ ജാതക നിരൂപണം ചെയ്ത് അത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ജാതകം എഴുതിയാലും ഇല്ലെങ്കിലും ഒക്കെ ഒരുപാട് ആളുകൾക്ക് പലതരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ജ്യോതിഷത്തിൽ പറയുന്നത് ഇങ്ങനെയുള്ള ദോഷമുള്ളവർക്കാണ് ഈ രീതിയിലുള്ള പ്രയാസങ്ങൾ സംഭവിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അത് ഏത് കാലത്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരാളുടെ ജനനസമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. പക്ഷെ പൊതുവായിട്ട് പറയുമ്പോൾ 2026 ഇങ്ങനെയൊരു സമയദോഷം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ സൂചിപ്പിച്ചത്. നമുക്കറിയാം, വർഷഫലമൊക്കെ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് ശുഭഫലങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയുക. അതിനകത്ത് ഈ കാളസർപ്പദോഷമൊന്നും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല. കാരണം ഇതൊരു വിഷയം തന്നെയാണ്. മാത്രവുമല്ല 12 രീതിയിലുള്ള കാളസർപ്പദോഷങ്ങളുണ്ട്. അതിൽ ഓരോന്നിനും ഓരോ പേരും അതിനനുസരിച്ചിട്ടുള്ള ചില ഫലങ്ങളൊക്കെ പറയും. ഇതൊക്കെ വിശദമായിട്ട് പറഞ്ഞു വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇനി ജാതകം ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ ജനനസമയം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ളൊരു കാര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ മാത്രമേ നമുക്ക് ഈ 2026 വരുന്ന കാളസർപ്പദോഷം അതാത് ആളുകളെ ബാധിക്കുമോ എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഒരിക്കലും നക്ഷത്രം വെച്ചിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം നക്ഷത്രഫലമല്ല ഇതിനകത്ത് വരുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള ഏത് നക്ഷത്രക്കാർക്കും അവരുടെ ജാതകത്തിൽ ഈ ഒരു ദോഷം ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതിൻ്റെ ഫലങ്ങൾ അവർ അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നിരുന്നാലും 2026 എന്ന പുതുവർഷത്തിൽ ഒരുപാട് ഭാഗ്യം പല രീതിയിലും ഓരോ നക്ഷത്രപൂർവർക്കും വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ 2026 എന്ന പുതുവർഷം വ്യക്തിപരമായിട്ട് ദോഷങ്ങൾ ഇല്ലാതാക്കി മാറ്റാൻ ഈ ഒരു കാര്യം കൂടി ജ്യോതിഷവിധി പ്രകാരം അറിഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും 2026 എന്ന പുതുവർഷം മനോഹരമാകട്ടെ എന്നും അഥവാ ഇത്തരത്തിൽ ജാതകത്തിലൊരു ദോഷം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം തേടാൻ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. എൻ്റെ എളിയ വാക്കുകൾ ശ്രവിച്ചതിന് ഒരുപാട് നന്ദി. നമസ്കാരം.